സാറേ, ഞങ്ങൾ ഇവനെ കൊണ്ടുപോകാൻ വന്നതാ. കാശുള്ളവന് വേണ്ടി തല്ലാൻ കാക്കിയിട്ടൊരു ഗുണ്ട. ഇതാകുമ്പോ കേസും ഉണ്ടാവത്തില്ല. കൊള്ളാലോ സാറേ. സംശയിക്കണ്ട, ജാമ്യത്തിലിറക്കാൻ കൊടികെട്ടിയ വക്കീലോ മിനിസ്റ്ററുടെ കോളോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഞങ്ങൾ അവനെ കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മൾ തമ്മിലുള്ള ഒടുക്കത്തെ കൂടിക്കാഴ്ചയാണ്. ആവണം, മനസ്സിലായി? അയ്യോ, ആരാന്നാണ് നിന്റെ വിചാരം? അപ്പൊ ശരി. ഇല്ല, വാ വാ വാ, വന്നിങ്ങോട്ട്. വേണോ? അപ്പനെ അമ്മയും കളഞ്ഞ ചിറങ്ങിപ്പോയ മോള് 3 കൊല്ലം കഴിഞ്ഞ് ഈ പടികയറി വന്നപ്പോ അതെന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതി എനിക്കാടി തെറ്റിയത്. അച്ചേറ്റ ഇവിടെ വിളിച്ച് കയറ്റാനുള്ള അടവായിരുന്നല്ലേടി നിന്റെ സ്നേഹം. ഞാനൊന്ന് പറയാം. മിണ്ടിപ്പോരുത്. നീയും കൂടെ ചേർന്നിട്ടായിരുന്നു ഇതെന്നാ എനിക്ക് അറിയേണ്ടത്. നടക്കുകയല്ലടി, നടക്കുകയല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും ചത്ത് മണ്ണടിഞ്ഞിട്ടായാലും ആ പരത്തെണ്ടിയെ ഇവിടെ കയറ്റി പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഇനി ഉണയ തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു. വിനീത് കഴിഞ്ഞാലും മറ്റാരും, അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കേട്ടോളെ, അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കെപ്പോഴും അവനോടാണല്ലേടി കൂറ്. ആ പരനാറ് എനിക്കുണ്ടാക്കി വെച്ച നഷ്ടം എത്രയെന്ന് അറിയോ നിനക്ക്? ഈ കുടുംബത്തിനുണ്ടാക്കിയ നാണക്കേട് എത്ര വലുതാണെന്നറിയോ നിനക്ക്? നിങ്ങൾ എന്തീ കാണിക്കുന്നത്? നമുക്ക് ആകെയുള്ളൊരു മോളല്ലേ. സത്യം ചെയ്യപ്പ, നഷ്ടപ്പെട്ടു പോയ കസേരേനേക്കാളും വലുത് അപ്പൻ്റെ ഈ മോളാണെന്ന്. സത്യം ചെയ്. അപ്പ എന്നും സ്നേഹിച്ചതാ കസേരയാ, അതിന് മാത്രം. ഇനി അത് നഷ്ടപ്പെട്ടതിന്റെ പകയാണ് വിനീതിനോടെങ്കിൽ അത് കാണിക്കേണ്ട അവനോടല്ല.